Hi all, it's me Adarsh. Welcome back to Malabar Trader. So ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് സൺഡേ 8 മാർച്ചാണ്. സോ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞത് എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ PNLും അതേപോലെ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാനുള്ള കുറച്ച് ടിപ്സുമാണ്. 2 ടിപ്പ് പറഞ്ഞു, ആകെ 2 പോയിൻറ്റ് വരുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സാണ്. ഒന്ന് സ്ട്രാറ്റജി ബേസ് ആയിട്ടുള്ളൊരു പോയിൻറ്റും ഒന്ന് സൈക്കോളജി ബേസ് ആയിട്ടുള്ള ഒരു പോയിൻറ്റുമാണ്. സോ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞത് എൻ്റെ ട്രേഡിംഗ് കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വീക്സ് ആണ്. ഇനി അത് PNL ഞാൻ കാണിക്കാം. സോ അതുകൊണ്ടാണ് ഇന്നൊരു സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കഴിഞ്ഞ വീക്കിലെ PNL നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റം ഡേറ്റ് റേഞ്ച് അടിച്ചു കൊടുക്കാം. അതിൽ ഫ്രം ഡേറ്റ് മാർച്ച് 1 കൊടുക്കാം. മാർച്ച് ഒരു ഫസ്റ്റ് വീക്കാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. സോ മാർച്ച് 1 ടു ഡേറ്റ് മാർച്ച് 8 തന്നെ എടുക്കട്ടെ. ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. ഇവിടെ പ്രിവ്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണാൻ കഴിഞ്ഞ 1 വീക്കിൻ്റെ പ്രോഫിറ്റാണ് ഈ 63,105 എന്ന് പറഞ്ഞത്. സോ കഴിഞ്ഞ വീക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റാണ്. ഒരു ദിവസം ട്രേഡ് ഇല്ലേനി, അന്ന് ഹോളി ആയിട്ട് ലീവാണ് ആയതുകൊണ്ട്. സോ ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റ് തന്നെയാണ്. അതിൽ SL അടിച്ച ട്രേഡ്സും ഉണ്ടായിരുന്നു, പക്ഷേ SLൻ്റെ കൂടെ ടാർഗറ്റും കൂടെ അടിച്ചതുകൊണ്ട് ഓവറോൾ എല്ലാ ദിവസവും പ്രോഫിറ്റിലാണ് എൻ്റെ ചെയ്തത്. സോ ഇതൊക്കെ വളരെ റയറായിട്ട് മാത്രമേ മാർക്കറ്റിൽ നടക്കുകയുള്ളൂ, എല്ലാ സമയത്തൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, വൺ ഓഫ് ദി ബെസ്റ്റ് വീക്സ് ആണ്. അതേപോലെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റും കൂടെ ആണ് ഇനി. ചില എൻട്രിയൊക്കെ ജസ്റ്റ് എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് മിസ്സായി പോയി, അതേപോലെ ടാർഗറ്റ് അടിച്ചിട്ട് ഒരുപാട് പോയിൻറ്റ് മേലെ കയറിപ്പോയി, അങ്ങനെയുള്ള അത്യാവശ്യം നല്ല നല്ല ട്രേഡ്സൊക്കെ കിട്ടിയ ദിവസങ്ങളാണ് ഇനി. നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആണ്. സോ ഇതാണ് PNL. ഇനി ഈ ഒരു PNL ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 4,50,000 ആണ്. ഞാൻ 6 ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് മന്തും ഞാൻ 6 ലോട്ടിൽ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ മുന്നേ ലോട്ട് കുറവാണ് ഇനി. പിന്നെ അതിൻ്റെ മുന്നേ 3 മാസം ഞാൻ ട്രേഡ് ഇല്ലേനി, ലീവാണ് ഇനി. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ചാനലുണ്ട്. എല്ലാ മാസത്തെ PNLും കാര്യങ്ങളും ഈ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചാനലുണ്ട്, നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. ഓക്കെ, സോ അത്രയുള്ള PNLും കാര്യങ്ങളൊക്കെ. ഇനി നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് എടുക്കാം. 2 പോയിൻറ്റ്സ്, വെറും 2 പോയിൻറ്റ് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ 2 പോയിൻറ്റ്സ് ആണ്. ഒന്ന് സ്ട്രാറ്റജി ബേസ്ഡ് ആണ്, ഒന്ന് സൈക്കോളജി ബേസ്ഡ് ആണ്. സോ ഫസ്റ്റ് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിൻറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോഴും ബ്രേക്ക് ഔട്ട് വെച്ചിട്ടാണ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മാറ്റിയിട്ട് ലിക്വിഡിറ്റിയിലേക്ക് മാറാം. ലിക്വിഡിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രാറ്റജി ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കൺസെപ്റ്റ്, ഏത് സ്ട്രാറ്റജിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ മോഡിഫൈ ചെയ്തെടുത്തോ, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ബ്രേക്ക് ഔട്ട് ഒഴിവാക്കി ലിക്വിഡിറ്റിയിലേക്ക് മാറാം. ഈ ലിക്വിഡിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് ബ്രേക്ക് ഔട്ടിൽ ചെയ്യുമ്പോഴുള്ള ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് വളരെ കുറവ് റിസ്ക് റിവാർഡേ വെക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റേഞ്ച്, ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളുണ്ട് അവിടെ നമുക്ക് റിസ്ക് റിവാർഡ് കുറവ് കിട്ടാനുള്ളത്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രി എടുക്കുമ്പം ഹൈ പ്രീമിയത്തിലായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ആവുക, ഹൈ പ്രീമിയത്തിലായിരിക്കും. അപ്പോൾ ഹൈ പ്രീമിയത്തിൽ എക്സിക്യൂട്ട് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയത്തിൽ ഞാനൊക്കെ വെക്കുന്ന പോലെ ചെറിയ SL വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ കഴിയില്ല. ഈ ഹൈ പ്രീമിയത്തിൽ ഇവിടുന്ന് എൻട്രി കിട്ടുന്നതിനകത്ത് വലിയ SL വെക്കേണ്ടി വരും. അതല്ല 6 പോയിൻ്റ് SL വെച്ചാൽ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ അടിച്ചു പോകും, പെട്ടെന്ന് തന്നെ അടിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രീമിയത്തിൽ അങ്ങനെ ചെറിയ SL വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ കഴിയില്ല. സോ SL കൂട്ടി വെക്കേണ്ടി വരും. അതാണ് ഒരു റീസൺ. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ പ്രീമിയത്തിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. സോ പ്രീമിയത്തിൽ വെക്കാത്തതുകൊണ്ട് തന്നെ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ ഏതെങ്കിലും സ്വിംഗ് ലോൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് SL വെക്കേണ്ടി വരും. അങ്ങനത്തെ സ്വിംഗ് ലോ ഈ ബ്രേക്ക് ഔട്ട് ഏരിയൻ്റെ തൊട്ടടുത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാർക്കറ്റ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് ബ്രേക്ക് ഔട്ട് നടത്തുന്ന സമയത്ത് നമ്മൾ സ്വിംഗ് ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ തന്നെ ഇപ്പോൾ സ്വിംഗ് ലോ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ലോയോ അല്ലെങ്കിൽ ഈ ഒരു ലോയിലൊക്കെ SL വെക്കേണ്ടി വരും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ SL ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെക്കേണ്ടി വരും. ഇനി ടാർഗറ്റ് ഇപ്പോൾ ഇവിടെ വരെ വെച്ചിട്ട് ടാർഗറ്റ് അടിച്ചായിരിക്കും, ടിപ്പിലൊക്കെയാണ് അടിച്ചായിരിക്കുക, എന്നാൽ പോലും നമുക്ക് 1:1 ഒക്കെ റിസ്ക് റിവാർഡ് കിട്ടുള്ളൂ. ആൻഡ് ട്രേഡിങ്ങിൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ വിൻ റേറ്റിന് പിന്നാലെ പോകാമെന്ന് പറഞ്ഞത്. എല്ലാവരും വിൻ റേറ്റിന് പിന്നാലെ, അതായത് 100 ട്രേഡ് എടുത്താൽ അതിൽ കൂടുതൽ എണ്ണം പച്ച കത്തണം എന്നാണ് പലർക്കും ആഗ്രഹം. പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ വിൻ റേറ്റിന് പിന്നാലെ പോകുന്നത് നിർത്തിയിട്ട് റിസ്ക് റിവാർഡിന് പിന്നാലെ പോകണം. റിസ്ക് റിവാർഡിന് ഇമ്പോർട്ടൻസ് എന്ന് കൊടുക്കുന്നോ അന്ന് ട്രേഡിങ്ങിൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുള്ളത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. സോ റിസ്ക് റിവാർഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വിൻ റേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ റിസ്ക് റിവാർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്താൽ അത് കൊടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ലിക്വിഡിറ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റീൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ഒരുപാട് വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡേലോ ആണ്. ഡേലോ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അപ്സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നമുക്ക് എൻട്രി വരിക.
100 രൂപ അവിടെ നിന്ന് ഡയറക്റ്റ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അതെല്ലാം കാൻഡിൽസൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ രീതിയിലാണ് എടുക്കുന്നത്, എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്നായിരിക്കും എൻട്രി വരിക. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വലിയ ടാർഗറ്റ് വെക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ ടാർഗറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ടാർഗറ്റ് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രീമിയത്തിൽ തന്നെ SL വെക്കാൻ പറ്റും. ചെറിയ പോയിന്റ്, വളരെ ചെറിയ പോയിന്റ് SL വെക്കാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ മേലേക്ക് എൻട്രി എടുക്കുന്നത്. അതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഔട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് 2 റീസൺ ഉണ്ട് ഇതിൽ റിസ്ക് റിവാർഡ് കൂടുതൽ കിട്ടാനുള്ള. എന്താണെന്ന് വെച്ചാൽ ഒന്ന്, നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ മേലേക്ക് എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റ് ഫാള് വരുന്ന സമയത്ത് പ്രീമിയം ഇങ്ങനെ കുത്തനെ താഴേക്ക് വരും. പ്രീമിയത്തിൽ താഴേക്കൊരു മൊമെൻറ്റം കാണാം. അങ്ങനെ പ്രീമിയത്തിൻ്റെ പ്രൈസിൽ താഴേക്കൊരു മൊമെൻറ്റം കാണുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ പ്രീമിയത്തിൽ എൻട്രി കിട്ടും. അങ്ങനെ ചെറിയ പ്രീമിയത്തിൽ എൻട്രി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് വളരെ കൂടുതൽ വെക്കാം. നമുക്ക് ചെറിയ SL വെച്ചാൽ മതി. പ്രീമിയത്തിൽ തന്നെ നമുക്ക് SL സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 പോയിൻറ്റോ അല്ലെങ്കിൽ 5 പോയിൻറ്റോ 6 പോയിൻറ്റോ ആ റേഞ്ചിലൊക്കെ നമുക്ക് SL വെക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വലിയ ടാർഗറ്റും വെക്കാൻ പറ്റും. SL ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ ടാർഗറ്റും വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ SLും വലിയ ടാർഗറ്റും വെച്ചാൽ എന്തായി, റിസ്ക് റിവാർഡ് കൂടി. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈ റിസ്ക് റിവാർഡ് വെക്കാൻ പറ്റും. ബ്രേക്ക്ഔട്ടിൽ എടുക്കുന്ന സമയത്ത് അങ്ങനെ വെക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ട്രേഡിങ്ങിൽ കിട്ടും. ഈ ട്രേഡിങ്ങിൽ വിൻ റേറ്റിന് പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ എൻ്റെ P&L ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് മിക്ക സമയത്തും ഒരു നോർമൽ റേഞ്ചിലുള്ള പ്രോഫിറ്റാണ് വരല്. ആ നോർമൽ റേഞ്ചിലുള്ള പ്രോഫിറ്റ് വരുന്നത് വെച്ചാൽ ഞാൻ എപ്പോഴും റിസ്ക് റിവാർഡ് കൂട്ടി തന്നെ വെക്കൽ. റിസ്ക് റിവാർഡ് കൂട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് വിൻ റേറ്റ് എത്ര കുറഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ആ രീതിയിൽ, ഇനി ലോസിലേക്ക് പോവുകയാണെങ്കിലും വളരെ ചെറിയ ലോസ് എന്നുള്ള രീതിക്ക് നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് കുറേ SL അടിച്ച് കഴിഞ്ഞാൽ പോലും ഒരു 1-2 ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ അത് കവർ ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ഈവനിലോ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലൊക്കെ എത്താൻ പറ്റും. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഒരു ആവറേജ് പ്രോഫിറ്റിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ കൂടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഹെവി വിൻ റേറ്റും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാനും പറ്റും. ഇതിപ്പോൾ കഴിഞ്ഞ വീക്ക് നോക്കുകയാണെങ്കിൽ റിസ്ക് റിവാർഡ് എനിക്ക് എല്ലാ സമയത്തും കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ വീക്കിൽ വിൻ റേറ്റും കൂടെ കൂടുതലാണ് കിട്ടിയത്. അതായത് ഞാൻ എടുത്ത ട്രേഡിൽ കൂടുതൽ എണ്ണം ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിൻ റേറ്റും റിസ്ക് റിവാർഡും കൂടെ കൂടുന്ന സമയത്ത് നമുക്ക് ഹെവി പ്രോഫിറ്റ് എടുക്കാനും പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടത് നമ്മൾ റിസ്ക് റിവാർഡ് നല്ല രീതിക്ക് ഹെവി റിസ്ക് റിവാർഡ് എടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും ചെയ്യുന്നത്. അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യുക, ലിക്വിഡിറ്റി യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്നുള്ള ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് മാർക്കറ്റിൽ. ട്രെൻഡ് ലൈനും സപ്പോർട്ട് റെസിസ്റ്റൻസും അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഡേ ലോ ഡേ ഹൈ അല്ലെങ്കിൽ 50 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ലോ, അങ്ങനെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് മാർക്കറ്റിൽ. അതൊക്കെ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെയാണ് ലിക്വിഡിറ്റി ഏരിയാസ് എന്നുള്ളത്. അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ട്രേഡ്സ് എടുക്കാൻ പറ്റും. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിക്ക് റിസ്ക് റിവാർഡ് വെക്കുക. റിസ്ക് റിവാർഡ് എത്രത്തോളം മാക്സിമം വെക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം വെക്കുക. ഓക്കെ, സോ അതാണ് സ്ട്രാറ്റജീൻ്റെ സൈഡിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ്, സൈക്കോളജീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരൊറ്റ പോയിന്റ് മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ ലോസ് വരുമ്പോൾ പതറാതിരിക്കുക എന്നുള്ളതാണ്. ലോസ് കാണുന്ന സമയത്ത് പേടിച്ച് പതറി ഇതാവാതിരിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന നിങ്ങളെ റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ചിട്ടുള്ള റിസ്ക് മാത്രം എടുക്കാം. ആ രീതിയിൽ റിസ്ക് മാനേജ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ടോ, അതിൽ എത്ര പൈസ പോയാലും നിങ്ങളെ ഇമോഷനെ എഫക്റ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നിങ്ങളെ റിസ്ക് അപ്പറ്റൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് മാത്രം എടുക്കാം. എന്നിട്ട് ലോസ് വരുന്ന സമയത്ത് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ലോസ് വരും. എന്തായാലും ഒരു 100% ഗ്യാരണ്ടിയാണ് ട്രേഡിങ്ങിൽ ലോസ് വരുന്നുള്ള കാര്യം. എന്തായാലും വരും. ആ ലോസ് വരുന്ന സമയത്ത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓനാണ് യഥാർത്ഥ ട്രേഡർ എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ലോസ് വരുന്ന ചിലപ്പോൾ ഒരു മാസം കംപ്ലീറ്റ് ലോസ് ഒന്നായിരിക്കാം. അപ്പോൾ ലോസ് വരുന്ന സമയത്ത് നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്ത് വലിയ ലോസിലേക്ക് പോകാണ്ട് ചെറിയ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ചെറിയ ലോസ് തന്നെ അങ്ങനെ നിൽക്കുകയായിരിക്കാം. ഒരു 5, 10, 20 ട്രേഡ് SL അടിച്ചോട്ടെ, ഒരു മാസം ഓവറോൾ നല്ല ലോസിലായിക്കോട്ടെ, മീൻസ് പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരമുള്ള നല്ല ലോസിലായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അടുത്ത മാസം ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഈ ലോസൊക്കെ കവർ ചെയ്ത് നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റിൽ എത്താൻ പറ്റും. നേരെ മറിച്ച് ആ ഒരു മാസം കുറച്ച് SL അടിച്ചപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് പതറിപ്പോയി, നിങ്ങളെ റിസ്ക് അപ്പറ്റൈറ്റിന് കൂടുതൽ ലോസ് വന്ന് നിങ്ങൾ ടെൻഷൻ താങ്ങാൻ കഴിയാതെ ഓവർ ട്രേഡ് ചെയ്തിട്ട് ഹ്യൂജ് ലോസ് വരുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം പ്രോപ്പർ സ്ട്രാറ്റജി വെച്ച് ചെയ്തിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് വിടാൻ കഴിയില്ല. അപ്പോൾ ലോസിനെ എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ഭംഗിയായിട്ടുള്ള ട്രേഡറായിട്ട് നിങ്ങൾ മാറുന്നുള്ളത് മനസ്സിലാക്കാം.
ഒരു ട്രേഡർ പറഞ്ഞൊരു കോട്ടുണ്ട്. ഇനി ബെസ്റ്റ് ട്രേഡർ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഒരു ബെസ്റ്റായിട്ട് ലൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നല്ല ട്രേഡർ എന്ന് പറഞ്ഞത്. സോ 2 പോയിൻറ്റ്, വെറും 2 പോയിൻറ്റ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചും നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റും വരുന്നുള്ളത് ഞാൻ ഉറപ്പ് വരാം. ഒന്ന്, ഇനി ലിക്വിഡിറ്റി കൺസെപ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് പ്രോഫിറ്റബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ലിക്വിഡിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അത് എങ്ങനെ സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നല്ല റിസ്ക് റിവാർഡും അല്ലെങ്കിൽ വിൻ റേറ്റുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. ഇപ്പം ചെറിയ ലോസിലാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവണിലാണ്, അതിൽ എൻ്റെ സ്ട്രാറ്റജിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും അങ്ങോട്ട് കയറി വരുന്നില്ല, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ ബ്രേക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, ബ്രേക്കൗട്ട് ട്രേഡ് എടുക്കുന്നത്, എന്നിട്ട് ലിക്വിഡിറ്റിയിലേക്ക് മാറാം. ലിക്വിഡിറ്റിയിൽ നല്ല രീതിക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് വരിക. അതേപോലെ ഇതിൻ്റെ കാര്യത്തിൽ, സൈക്കോളജീൻ്റെ കാര്യത്തിൽ ലോസ് വരുമ്പോൾ പതറാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.